റൈറ്റപ്പ് നെറേറ്റീവ് നമ്മൾ വ്യത്യാസം എന്താ? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കഥ എഴുതി വെച്ചാൽ മതിയോ? പോരാ. റൈറ്റപ്പിൽ 2 ഭാഗങ്ങളുണ്ട്. റൈറ്റപ്പിൽ കഥയുണ്ട്, സ്റ്റോറി ഉണ്ട്, കൂടാതെ റൈറ്റപ്പിൽ എന്തുണ്ട് മക്കളെ? ഒപ്പീനിയനും ഉണ്ട്. 2ഉം വേണം റൈറ്റപ്പിൽ. എന്തുകൊണ്ട്? കഥ വേണം. ചാപ്റ്റർ ബേസ്ഡ് ആണെങ്കിൽ ചാപ്റ്ററിലെ കഥ വേണം, പിന്നെ ഒപ്പീനിയൻ വേണം. അപ്പൊ എങ്ങനെയാണ് സാർ റൈറ്റപ്പ് എഴുതുക? ആദ്യം തന്നെ നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ആ കഥയിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്ത് എഴുതുക. കഥ ഫുള്ളായിട്ട് വേണ്ട, ഒരു ടോപ്പിക്ക് നിൽക്കുന്നുണ്ടോ റൈറ്റപ്പിന് വേണ്ടിയിട്ട്, ആ ടോപ്പിക്കിനോട് സിമിലർ ആയിട്ടുള്ള സാമ്യമുള്ള കഥയിലെ ഭാഗങ്ങൾ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ കഥയിൽ നിന്നാൽ നിങ്ങളുടെ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അവസാനം കൺക്ലൂഷൻ കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു ചേക്കവ്, മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്വിയർ ട്രിക്സ് വിത്ത് എ മാൻ. How far is this statement relevant in the present day world? Prepare a write up on the topic. അപ്പോൾ ചാപ്റ്ററും ഉണ്ട്, ടോപ്പിക്കും ഉണ്ട്. മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്വിയർ ട്രിക്സ് വിത്ത് എ മാൻ ആണ് ടോപ്പിക്. എന്നാൽ നിങ്ങൾ ഈ ടോപ്പിക്കിന് വേണ്ടി നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ എസ് എഴുതി വെച്ചാൽ മതിയോ? എസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ റൈറ്റപ്പിന് മാർക്ക് കിട്ടില്ല, എസ് ഐക്ക് മാർക്ക് കിട്ടും. റൈറ്റപ്പിന് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിലെ കണ്ടന്റും വേണം. ഏതാ മക്കളെ ഈ ചാപ്റ്റർ? ഏതാണ് ഈ ചാപ്റ്റർ? ആ ചാപ്റ്ററിലെ കണ്ടന്റും വേണം. കണ്ടന്റിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒപ്പീനിയൻസും പറയണം. പക്ഷെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ പറയണം, നിങ്ങളുടെ സ്വന്തം വിശ്വാസങ്ങളുടെയോ അല്ല ഐഡിയാസുടെ അടിസ്ഥാനത്തിലല്ല. യെസ്, എക്സാക്ട്ലി. അങ്ങനെയല്ല, ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ, ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ പറയാമെന്ന് പറയണം. നമുക്കൊരു എക്സാമ്പിൾ ആൻസർ വായിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ ടൈറ്റിൽ വേണോ എന്നുള്ള ചോദ്യത്തിന് മക്കളെ റൈറ്റപ്പിന്റെ കേസിൽ ടൈറ്റിൽ ഇടുകയായിരിക്കും നല്ലത്. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടണ്ട. പക്ഷെ ടൈറ്റിൽ ഇട്ടുകൊണ്ട് മാർക്ക് പോകാൻ പോകുന്നില്ല, അതുകൊണ്ട് ടൈറ്റിൽ ഇടുകയായിരിക്കും നല്ലത്. മണി ആൻഡ് മെറ്റീരിയലിസം, ദ ക്യൂർ ട്രിക്സ് ദേ പ്ലേ ഓൺ us. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. Jacob's statement that money like vodka can play queer tricks with a man remains highly relevant in the present day world. In fact, the theme of the power and influence of money on human behavior is a recurrent one in literature, philosophy and social science. Social science-ലും ബുക്സിലും ലിറ്ററേച്ചറിലും കഥയിലൊക്കെ ഈ മനുഷ്യന്റെ എന്താണ് പൈസ മനുഷ്യൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ആ ഒരു തീം വളരെ വളരെ എന്താണ് സുലഭമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. ഇനി കഥ വരെ. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല. നിങ്ങൾ വിചാരിക്കുക സാർ ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം, അല്ല. ഇനി കഥയിലുള്ള important points എടുത്ത് ഇവിടെ കൊണ്ടുവരിക. Jacob's story, The Gooseberries, provides a vivid illustration of this theme. The protagonist, Ivanich, is a middle-aged man who has achieved financial success and stability through hard work and thrift. However, his obsessive pursuit of his dream of owning a farm with a gooseberry orchard leads him to neglect his own health, his relationships, and his moral principles. എന്നിട്ട് എന്ത് ചെയ്യുക? കഥയിലെ എല്ലാ കാര്യങ്ങളും വേണോ? വേണ്ട. ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സമ്മറൈസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? Jacob's story thus portrays the danger of letting money and material possession become the blah blah. അപ്പോൾ ജേക്കബിന്റെ ഈ കഥ എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ ഇതല്ല പറയേണ്ടത്. Ivan's pursuit of wealth and independence becomes a self-destructive obsession that blinds him to the true value of human relationships and moral principles എന്നൊക്കെ പറയുക. കുറച്ചും കൂടി അതിനെ പറ്റി എഴുതുക. അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും എളുപ്പം എന്താണ് മക്കളെ? ഇൻ കൺക്ലൂഷൻ. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി നിങ്ങൾ കൺക്ലൂഷൻ തന്നെയാണ് കൊടുത്തത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇൻ കൺക്ലൂഷൻ, Jacob's statement that money like vodka can play queer tricks with a man remains a powerful warning against the dangers of materialism and the obsession with wealth and possession. The pursuit of financial success and stability should not come at the cost of relationships, moral values and social justice. ഇത്രയുള്ള സംഭവം റെഡിയാണ്. യെസ്, നിക്കോളയാണ്. സോറി അത് പേരിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഓക്കെ, റെഡി? അപ്പം ഇൻട്രഡക്ഷൻ, കഥയിലെ എല്ലാ കാര്യവും വേണ്ട, നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ എന്ത് ചെയ്യാം മക്കളെ? അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അവസാനം കൺക്ലൂഷൻ. ഇതാണ് റൈറ്റപ്പിന്റെ സ്ട്രക്ചർ. ഇനി ഇതല്ലാത്ത രീതിയിൽ റൈറ്റപ്പ് വരാം. ഈ വർഷത്തെ മോഡൽ എക്സാം ഒക്കെ നോക്കിയാൽ ചാപ്റ്റർ ബേസ്ഡ് ഒന്നും അല്ലായിരുന്നു. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ റൈറ്റപ്പ് ഓൺ റിച്വൽ പോപ്പുലർ ഇൻ യുവർ കൺട്രി. ഇപ്പം നമുക്കിത് വായിക്കും മനസ്സിലാവും ഏത് ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചോദിക്കുന്നത്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടവൂല് ഒരു റിച്വൽ ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ റൈറ്റപ്പ് ഓൺ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിച്വലിനെ പറ്റി എഴുതാൻ പറഞ്ഞു.
അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഇവിടെ ചാപ്റ്ററുമായിട്ട് എന്താണ് കണക്ഷൻ ഇല്ല. വെൻ ദ കണ്ടന്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ദ ചാപ്റ്റർ. തീരില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിൽ ക്വസ്റ്റ്യനിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലല്ലേ? കണ്ടവു ഐലൻഡിൽ എങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതിലുണ്ടല്ലോ, നിങ്ങളുടെ റൈറ്റപ്പിനെ ഇത് പറ്റി കമ്പയർ ചെയ്യാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഴുതുക. അപ്പോൾ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റിച്വൽ, കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുക, റെലവൻസ് ഓഫ് റിച്വൽ എന്നൊക്കെ പറയുക. ഇങ്ങനെ കുത്തു ഇങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നേരെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ ഞാൻ പറയുകയാണ് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിൽ ഒബ്വിയസ്ലി കൊടുക്കുക, പ്ലസ് ഈ കണ്ടന്റ് എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാം, കമ്പയർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാം. അതായത് കണ്ടവൂര് ഇങ്ങനെയായിരുന്നു, എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ്. കണ്ടവൂര് ഇതൊക്കെ ആയിരുന്നു സംഭവിച്ചത്, എന്താണ് ഹിസ്റ്ററി, ഫ്ലാഷ് ബാക്ക് അതായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ റിച്വലിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടീച്ചറിന് കാണിച്ചു കൊടുക്കാം. നിങ്ങളെന്താണ് ചാപ്റ്റർ വായിച്ചവനാണ് അല്ലെ വായിച്ചവളാണെന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടില്ലാത്ത കണ്ടന്റ് വന്നാലും കുറച്ചൊക്കെ ചാപ്റ്ററുമായി എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക, ടീച്ചറിനെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ ചാപ്റ്റർ വായിച്ചു എന്ന്. ഓക്കെ, ഏത് ടീച്ചറിനെ, കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന്റെ കാര്യമാണ് പറയുന്നത്, സ്കൂളിലെ ടീച്ചറിന്റെ കാര്യമല്ല കേട്ടോ. റെഡി, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ചാപ്റ്റർ ബേസ്ഡ് ആയതും കൊടുത്തിട്ടുണ്ട്, അല്ലാത്തതും കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കണം, നാളെ ഇരുന്നിട്ട് വായിച്ചു നോക്കിയാൽ റൈറ്റപ്പ് സെറ്റ് ആണ്.